Yes, Ashwini, good afternoon. Needumol, Farooq, good afternoon. Sharanya, good afternoon. Okay, let's start. Okay, let's start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ട് ടെൻസുകളുടെ റിപ്പോർട്ടഡ് സ്പീച്ച് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വാചകം സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇത് രണ്ടുമാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമുക്ക് പുതിയ ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് നോക്കാം. യെസ്, I will tell you one sentence. ഞാനിവിടെ ഒരു വാചകം പറയുകയാണ്. She said, you will pass the examination. വാചകം ഇതാണ്. She said, you will pass the examination. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടെൻസുകളിൽ ഏത് ടെൻസായിട്ട് വരും? യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടെൻസുകളിൽ ഏതായിട്ട് വരും? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതായിട്ട് വരും? യു വിൽ പാസ് എന്ന് പറയും. You will pass the examination. ആർക്കെങ്കിലും? You will pass the examination. അറിയില്ല. അശ്വതി, വിശാൽ, പ്രസന്റ് പെർഫെക്റ്റ് അല്ല അശ്വതി. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആൽസോ ഹാവ് വേണം. പാസ്റ്റ് അല്ല, പാസ്റ്റ് അല്ല. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് അല്ലേ. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പാസ് എന്നല്ലേ, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ പാസ്റ്റ് ആവില്ല. യെസ്, കാവ്യ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് കാവ്യ. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഓക്കെ, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് യു ഉണ്ട്, വില്ല് അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പിന്നെ പാസ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇത് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. എന്താ മാറ്റേണ്ടത്? കണ്ടീഷണൽ ഫോമിലേക്ക്.
അപ്പോ അത് നമുക്ക് നോക്കാം. ഓരോ ടെൻസുകളും റിപ്പോർട്ട് സ്പീച്ചിൽ വേറെ ടെൻസിലോട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ഇപ്പൊ നമ്മളിവിടെ പറയുന്നു സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അത് മാറുന്നത് കണ്ടീഷണൽ ഫോമിലേക്ക്. അപ്പൊ കണ്ടീഷണൽ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്, ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്, മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അപ്പൊ അതിന്റെ വേറൊന്നും ചെയ്യണ്ട, ആ വില്ലോ ഷാലോ ഒക്കെ മാറ്റിയിട്ട് പകരം അവിടെ വുഡോ വുഡോ ഷുഡോ മൈറ്റോ ചേർത്ത് കഴിഞ്ഞാൽ സംഗതി കറക്റ്റാണ്. ടെൻസ് ഒന്നും മാറ്റാൻ നടക്കുന്നത് കറക്റ്റാണ്. യെസ്, ബാക്കിയുള്ള നിയമങ്ങൾ യു എന്നുള്ളത് ഐ ആവും ബി ആവുന്നുള്ളത് ശരിയാണ്, അത് കോമൺ ആണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഷീ സെഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ്. യു എന്ന് പറഞ്ഞാൽ അത് ഐ ആയിട്ട് മാറും. ഐ വിൽ ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കാം. ഐ വുഡ് പാസ് ദ എക്സാമിനേഷൻ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അത് എന്താ മാറ്റിട്ട് കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റും. കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിന്റെ വുഡ്, ഷാലിന്റെ ഷുഡ്, ക്യാന്റെ വുഡ്, മേ എന്നുള്ളതിന്റെ മൈറ്റ്. അപ്പൊ അത് ആ ഫോമിലിട്ടാണ് മാറ്റിയിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ. യെസ്, അതിന്റെ ആൻസർ ഷീ ടോൾഡ് ദാറ്റ് she told that I would pass the examination. Simple അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ രണ്ട് വാചകം പറഞ്ഞു, പറ്റുമെന്ന് നോക്കുക. യെസ്, വാചകം ഇതാണ്. He said ഇനി ഇവിടെ കോമയിൽ എഴുതുക. I will show you SHOW. I will show you how the grinder GRINDER worked, WORKED, how the grinder worked. Yes, അപ്പൊ ഒന്നുകൂടി പറയാം. He said I will show you how the grinder worked. Yes. എഴുതി. Yes, okay, Kavya. Correct, very good. Yes. Okay, Ashwini. Ashwini കണ്ടിട്ട് കുറച്ച് ദിവസമായാലോ? യെസ്, ബിന്ദു സത്യൻ. ശരണ്യ, എനിക്ക് ഒരു കുറച്ച് നാൾ വിട്ടുപോയിട്ടുണ്ട്, ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ പിടി കിട്ടിയാലോ? സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെന്ത് മാറ്റുക? കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുക. യെസ്, അപ്പൊ നമുക്ക് ഒന്നും വേറെ നോക്കാം. യെസ്, എനിക്കുള്ളൂ.
she said. Inverted comma എഴുതുക. I will wait, WAIT, wait for you. I will wait for you. Inverted comma close ചെയ്യുക. അടുത്തത് they said. Inverted comma എഴുതുക. we shall conduct, CONDUCT, conduct the examination. Conduct the examination. Yes, very good. Another. Yes, Kavya. Okay, Bindu Satyan. Yes, Archana. Yes, Ashwini. Yes. Archana. Yes, Sharanya. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. She said. We should എന്നുള്ളത് അവിടെയാണ് ചെറിയ മിസ്റ്റേക്ക് കിട്ടുന്നത്. ഹർഷ ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. She said, I will wait for you. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. അപ്പൊ നമ്മൾ എന്താ പറയും? She told that she would wait for me. ഇത് മിക്കവരുടെ ശരിയായി. അടുത്തത് they said we shall conduct the examination. They told that we എന്നുള്ളത് they എന്നാണ്. ഒന്നിന്റെ പേര് they എന്നാക്കിയിട്ടുണ്ടായില്ല, we തന്നെ. അപ്പൊ എന്ത് ഒരു ആൻസർ? They told that they should conduct the examination. ഒന്നിന്റെ പേര് we തന്നെ എഴുതിയത്, അത് they എന്നാണ്. യെസ്, അച്ഛന we എന്നാണ് എഴുതിയത്. ഓക്കെ, അടുത്തത് ആലോചിക്കുക. He said. Inverted comma, you should remember
remember what I say. You should remember what I say. ഇവിടെ ക്ലോസ് ചെയ്യാം. യെസ്, അവൻ പറഞ്ഞു നീ ഓർമ്മിക്കണം, ഞാൻ എന്താണോ പറയുന്നത് അത് ഓർമ്മിക്കണം. യെസ്, നിങ്ങളുടെ ഭാവനയൊക്കെ വിട്ട് തരികയാണ് ചെയ്തത്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ശരി, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും നോക്കുക. ഓക്കെ അശ്വനി. യെസ് ഹർഷ. യെസ്, സത്യം. നമുക്ക് വിഷയത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു വില്ല് എല്ലാം ഉണ്ടെങ്കിൽ, ഷാൽ ഉണ്ടെങ്കിൽ, ക്യാൻ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഫോം എഴുതുമെന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞു. പക്ഷെ ഇവിടെ ചോദ്യം തന്നിരിക്കുന്നതിന് കണ്ടീഷൻ ഫോമിലാണ്. യു ഷുഡ്, യു ഷാൽ എന്നല്ല, യു വില്ലല്ല, യു ക്യാൻ ഒന്നുമല്ല, ഷുഡ്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ തന്നിരിക്കുന്നത് എന്താണ്? കണ്ടീഷൻ ഫോമാണ്. അങ്ങനെ ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന കണ്ടീഷൻ ഫോം ആണെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് മാറ്റണ്ട, അത് തന്നെയാണ്. ബാക്കിയുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് വെച്ചാൽ. അപ്പൊ നമുക്ക് നോക്കാം. ഹി ടോൾഡ് ദാറ്റ്. ഇത്രയും വരെ കറക്റ്റായി. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ആയിട്ട് മാറും, അല്ലെങ്കിൽ ബി ആയിട്ട് മാറും. അപ്പോ ഹി ടോൾഡ് ദാറ്റ് ഐ ഷുഡ് റിമെമ്പർ. അതിനൊന്നും മാറ്റമില്ല. യു എന്നുള്ളത് ഐ എന്നാവുന്നു മാത്രമേ, ബാക്കിയൊക്കെ അതുപോലെ. ഐ ഷുഡ് റിമെമ്പർ. നിങ്ങളുടെ പേർക്ക് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവിടെ. യു എന്നുള്ള സ്ഥലത്ത് ഐ ഷുഡ് റിമെമ്പർ. കറക്റ്റായി. ഇനി നോക്കിയേ, വാട്ട് ഐ സേ. സേ വരുമ്പോൾ അത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ആണ്. അത് എങ്ങോട്ട് മാറ്റി തരണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി തരണം. അപ്പൊ വാട്ട് ഐ സെഡ്. അപ്പൊ ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഹി ആണ്. അപ്പൊ എന്റെ ആൻസർ എന്ന് വരും യു. നമുക്ക് നോക്കാം. ഹി, ഓക്കെ ആക്ച്വലി ഹി ടോൾഡ് ദാറ്റ് ഐ ഷുഡ് റിമെമ്പർ വാട്ട് ഹി സെഡ്. അത് കറക്റ്റ്. അവൻ പറഞ്ഞു നീ ഞാൻ പറയുന്നത് ഓർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ
ഞാൻ ചെന്ന് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു, ഞാൻ അവൻ പറഞ്ഞത് ഓർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. യെസ്. അടുത്തത്, മൈ ഫാദർ സെറ്റ്. മൈ ഫാദർ സെറ്റ്. യെസ്. ഇവിടെ കോമന്റ്, ഐ വിൽ ഗെറ്റ് യു I will get you a watch, 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 comma, if you get first rank, if you get first rank. അതുകൂടി പറയാം. My father said, ഇവിടെ കൊമ്പില് I will get you a watch if you get first rank. ഇതിനകത്ത് രണ്ട് ടെൻസുകൾ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കാം. രണ്ട് സ്ഥലത്തും മാറ്റുക. ശരണ്യ, ആ വില്ല് മാറ്റിയില്ലല്ലോ. ആ ഗെറ്റ് കൂടെ മാറ്റിയില്ലേ കാവ്യ?
ആ ഗിവിന്റെ തൊട്ട് മുന്നിൽ ഒരു പേര് വിട്ടുപോയിട്ടുണ്ട്. ശരണ്യ, കാവ്യ, ഓക്കെ. യെസ്, അശ്വതി. ഓക്കെ, ബിന്ദു സത്യൻ. ഓക്കെ, അർച്ചന. യെസ്, അപ്പൊ ആൻസർ ഞാൻ വായിക്കാം. മൈ ഫാദർ സെറ്റ്, എന്റെ അച്ഛൻ പറഞ്ഞു, ഐ വിൽ ഗെറ്റ് യു എ വാച്ച്, ഞാൻ നിനക്കൊരു വാച്ച് വാങ്ങിത്തരാം. ഇഫ് യു ഗെറ്റ് ഫസ്റ്റ് റാങ്ക്, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ. അപ്പോ മൈ ഫാദർ ടോൾഡ് ദാറ്റ്. ടോൾഡ് എന്നുള്ളതിന് പകരം പ്രോമിസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഓഫർ കൊടുക്കല്ലേ. അപ്പൊ പ്രോമിസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. മൈ ഫാദർ പ്രോമിസ്ഡ് അല്ലെങ്കിൽ ടോൾഡ് ദാറ്റ് he would get me a watch if I got first rank. Okay. അപ്പൊ നമ്മൾ പറഞ്ഞത് റിപ്പോർട്ടർ സ്പീച്ചിന്റെ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. റിപ്പോർട്ടർ സ്പീച്ചില് സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സോറി സിമ്പിൾ പാസ്റ്റ് അല്ല, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, ദെൻ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ചേഞ്ച് ഇൻ ടു കണ്ടീഷണൽ ഫോംസ്. അപ്പൊ അത് മാത്രം വരുന്ന ഫോർച്ചുനർ. ഓക്കെ. യെസ്. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ മുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതില് എന്റെ 3 ചോദ്യങ്ങള് ബാലൻസ് കിട്ടുന്ന ചോദിക്കണേ. യെസ്. അപ്പൊ നമ്മൾ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ എന്നും രണ്ടാമത്തെ ലെറ്റർ ഐ എന്നും വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ദി വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രി നൈജീരിയ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അടുത്തത്, വൺ ഓഫ് ദി പ്രൈമറി മെറ്റൽസ് ഇൻ ദ മേക്കിംഗ് ഓഫ് coins. One of the primary metals in the making of coins. Kavya, Archana, Ashwini. Kavya, Archana, Ashwini. Correct answer. The answer is nickel. Yes, very good, very good, very good. Yes, Ni. First letter N, second letter I. Ni. N, night, I, intelligent. Next question. A bird with sweet voice. A bird with sweet voice.
A bird with sweet voice. ആ ബേർഡിനെ പറയുന്ന ഒരു പേര്. നൈസല് ആ പക്ഷിയെ പറയുന്ന പേര് പക്ഷെ A bird with sweet voice. ആ ഓക്കെ കാവ്യ, കാവ്യ, ബിന്ദു സത്യൻ രണ്ടുപേരുള്ളൂ അല്ലെ? ഹർഷ, കാവ്യ, ബിന്ദു സത്യൻ ആൻഡ് ഹർഷ. നൈറ്റിംഗേൽ, യെസ്, രാപ്പാടി എന്നൊക്കെ പറയില്ലേ? ഇതിപ്പോ ഞാൻ വേറെ കാര്യം ചോദിക്കാം. വേറൊരു ഒരു പേരിന്റെ ലേഡി വിത്ത് ലാമ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആരെന്നറിയാം? ദ ലേഡി വിത്ത് ലാമ്പ്. ലേഡി വിത്ത് ലാമ്പ് അത് മലയാളിയല്ല, ഒരു വിദേശ വനിതയാണ്. അശ്വതി, ലേഡി വിത്ത് ലാമ്പ്, വിളക്കേന്തിയ വനിത. യെസ്, ഒരു നേഴ്സായിരുന്നു അവര്. അപ്പൊ അവര് യുദ്ധത്തടവുകാരെ, മുറിവേറ്റ് കിടക്കുന്നവരെ ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സംഘടനയുടെ നേതാവ്. അപ്പൊ അവരാണ് കൊണ്ടുവരാറ്. അപ്പോ യെസ്, ഹർഷ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ബിന്ദു സത്യൻ, യെസ്, അത് ആ പേരാണ്. നൈറ്റിംഗേൽ എന്ന് പറഞ്ഞതിന്റെ പേര് ചോദിച്ചാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An unpleasant dream. An unpleasant dream. An unpleasant dream. Pleasant, happy, and opposite unpleasant. An unpleasant dream. യെസ്, കാവ്യ, വെരി ഗുഡ്. കാവ്യ അവിടെ നിങ്ങൾക്കായിട്ട് ഉത്തരം നോക്കി കൊണ്ടുവരുന്നുണ്ടല്ലേ? കാവ്യ, അശ്വതി, അർച്ചന. യെസ്, കറക്റ്റ് ആൻസർ ആണ്. നൈറ്റ് മൈൽ. യെസ്, ദുസ്വപ്നം എന്ന് പറയുന്നത്. യെസ്. അടുത്തത്. എ വെരി ഫേമസ് വാട്ടർഫാൾ ഇൻ ദ വേൾഡ്. കേട്ടോ, എ വെരി ഫേമസ് വാട്ടർഫാൾ. കാവ്യ, അശ്വതി, അർച്ചന. യെസ്, ഓക്കെ, ബിന്ദു സത്യൻ കറക്റ്റ് ആണ്. ദ ആൻസർ ഈസ് നയാഗ്ര. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, ഹർഷ, കറക്റ്റ് ആൻസർ. അടുത്തത്. ആൻ അഡിക്റ്റീവ്, ADDICTIVE, an addictive substance found in tobacco. An addictive substance. Kavya, Padmasri, Bindu Satya. Kavya, Padmasri. Padmasri നേരത്തെ വന്നിട്ടില്ല അല്ലെ? Padmasri and Bindu Satya. Correct answer ആണ്. The answer is okay, Harsha. Nicotine. Yes. Next. A person skilled in ancient Japanese martial art. A person skilled in ancient Japanese martial art. A person skilled in
ancient Japanese martial art. ഈ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, സംഘടനയൊക്കെ ഒരു ഉപയോഗിക്കുക, അതിൻ്റെ അകത്തൊരു പേരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം, ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തിന്റെ പേരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. യെസ് കാവ്യ, വെരി ഗുഡ്. കാവ്യ, അർച്ചന, അശ്വതി. കാവ്യ, അർച്ചന, അശ്വതി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ബിഗ്ഗസ്റ്റ് 2-digit number. Biggest 2-digit number. Ashwini, Padmasri. Archana. Ashwini, Padmasri, അർച്ചന. യെസ്, ഇത് വന്നുകൊണ്ട് വരെ ചുമ്മാ കുട്ടികളോട് ചോദിക്കുന്നത് ചോദ്യം ചോദിക്കാം. ഇത് ഇതിനകത്ത് പെട്ടല്ലേട്ടാ. നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല ചെറിയ ക്ലാസ്സിലെ ചെറിയ കുട്ടികളെ കിട്ടി അവിടെ ഉപയോഗിക്കാം. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? ഇതിനകത്ത് പെട്ടതല്ലേട്ടാ. ഞാൻ ഇവിടെ 99 വന്നോണ്ട് ചോദിച്ചിട്ടുണ്ട്. കൈവന്ന് പഠിക്കാൻ കൂട്ടാവുന്നതിലുണ്ട്. അശ്വതി പറയുന്നു 10. അശ്വതി ബിയിൽ 11, പത്മശ്രീ 11, ശ്രീകുട്ടി 11, കാവ്യ 20. ഓ യെസ്. അപ്പൊ ഇതിനകത്ത് ഒരു ഉത്തരം കറക്റ്റ് ആയിരുന്നു. 20 കറക്റ്റ്. കർഷ ടി വി പറയുന്നു 20 കറക്റ്റ്. അപ്പോ ഇതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന 11 പറഞ്ഞവർക്കൊക്കെ തെറ്റിയേക്കണത് 9, 19, 29, 39, 49, 59, 69, 69, 79, 89, 2 അത്ര വെച്ചാൽ കൂട്ടിയേക്കണേ. പക്ഷേ 90, 91, 92 കൂടി ആരും കൂട്ടിയിട്ടില്ല. ഓക്കെ, 90, 90 അത് കൂടി ആരും കൂട്ടിയില്ല. അതുകൂടി കൂട്ടി കഴിയുമ്പോഴാണ് 20 വരുന്നത്. ഇത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സദസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളാവാൻ വേണ്ടി ചോദിക്കാം. യെസ്, ഓക്കെ. അടുത്തത്, എ വേർഡ് ടു റെപ്രസെന്റ് സീറോ സ്കോർ, zero score in some games. A word to represent zero score in some games. Yes, a word to represent zero, zero score, SCORE. Yes, Kavya, Padmasri, Bindu Satyaj. Kavya, Padmasri and Bindu Satyaj. കറക്റ്റ് ആൻസറാണ്. ഞാനത് നിങ്ങൾ ഉത്തരം പറയാനായിട്ട് വൈകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ക്ലൂ പറയാന്ന് വിചാരിച്ചാണ്. സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പൂരിപ്പിക്കുമ്പോഴും ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട്. നിൽ മീൻസ് സീറോ. യെസ്, ഓക്കെ ഓക്കെ. അടുത്ത സിമ്പിൾ ചോദ്യമാണ്. ദി ഡോട്ടർ, DAUGHTR, ഡോട്ടർ ഓഫ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. The daughter of your brother or sister. Harsha, Bindu Satyaj, Archana. Harsha, Bindu Satyaj and Archana.
കറക്റ്റ് ആൻസർ ആണ്. യെസ്. അടുത്തത് എ വീഡിയോ ഗെയിം കമ്പനി. എ വീഡിയോ ഗെയിം കമ്പനി. എ വീഡിയോ ഗെയിം കമ്പനി. എന്നിൽ തുടങ്ങുന്ന NI തുടങ്ങുന്ന പേരുള്ള കമ്പനി. യെസ്. ഹർഷ, കാവ്യ, അശ്വതി. ഹർഷ, കാവ്യ ആൻഡ് അശ്വതി. കറക്റ്റ് ആൻസർ ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ആൻഡ് unofficial name by which a person is known, KNOWN, and unofficial name by which a person is known. Yes, Padmasri, Bindu, Satyan, Srikuti. Padmasri, Bindu, Satyan, Srikuti. Srikuti നേരത്തെ വന്നിട്ടില്ലല്ലോ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. നിക് നെയിം കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The longest river in the world. The longest river. Ashwati, Srikuti, Padmasri. Ashwati, Srikuti, Padmasri. Yes, correct answer ആണ്. കറക്റ്റ് ആൻസർ ആണ്. യെസ്. ഇനി ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറുകയാണ്. ചോദ്യത്തിന്റെ സ്റ്റൈല് ഇനി പറയുന്ന ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജെ ആണ്. ജെ. ജെ. രണ്ടാമത്തെ ലെറ്റർ എ ആണ്. എ. അന്നോ അതും. ആദ്യം ജെ, രണ്ടാമത്തത് എ. ജെ. ചോദ്യം ഇതാണ്. എ പ്ലേയിങ് കാർഡ്, PLAYING, a playing card ranking next below a queen. Ranking next below a queen. A playing card ranking next below a queen. അതല്ല, ജെ എ വന്നില്ല. ഹർഷ, ജെ ഒ ആയി പോയില്ലേ? ജെ എ. യെസ്, യെസ്. കാവ്യ, ശ്രീകുട്ടി, അശ്വതി. കാവ്യ, ശ്രീകുട്ടി, അശ്വതി. ജാക്ക് ആണ്. ജാക്ക്, അതായത് നമ്മൾ ചീട്ട് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡില്ലേ, അതിന്റെ ക്യൂനിന്റെ താഴെ വരുന്ന റാങ്ക് ഒരു സാധനം ചോദിച്ചത്, അത് ജാക്ക്. യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ചീട്ട് കളിക്കാൻ എന്നോട് പരിചയമൊക്കെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായല്ലേ. യെസ്. അടുത്തത് എ പ്ലേസ് ഫോർ ദി confinement of people accused or convicted of a crime. Kavya, Srikuti, Archana. Kavya, Srikuti, Archana. Your answer is right. The answer is jail. Very good, very good, very good. Archana. A disciple of Jesus. Jesus means Jesus Christ. A disciple of Jesus.
യെസ്, ഹർഷ, ബിന്ദു സത്യൻ, അശ്വതി. ഹർഷ, ബിന്ദു സത്യൻ, അശ്വതി. യെസ്, ജെയിംസ്. ജെയിംസ്. ഓക്കെ. അടുത്തത് എ ഹാർഡ്, HARD. Typically a hard, typically green stone used for ornaments. A hard, typically green stone used for ornaments. Yes, Harsha. Harsha, Saikuti, Bindu Satya. Harsha, Saikuti, and Bindu Satya. Yes, Ashwati Munda. Yes, Ashwati. Okay. Ashwati, okay, okay. Ashwati Munda. Yes. Archana Munda. Yes, okay. Very good, very good, very good. Other general knowledge. A country known as the land of rising sun. A country. Yes, Bindu Satyan, Archana, Ashwati. Bindu Satyan, Archana, and Ashwati. Yes, Japanese അല്ല, ജപ്പാനാണ്. കുഴപ്പമില്ല. ഉദയസൂര്യന്റെ നാട് എന്ന പേര് അറിയപ്പെടുന്നതാണ് ജപ്പാൻ. അടുത്തത് എ വൈഡ് mouthed, MOUTHED, a wide mouthed container used especially for storing food. Ashwati, Archana, Bindu Satya. Ashwati, Archana, and Bindu Satya. Yes. Farida answer the Manila Farida. Yes. Jara, Jara. Yes. Next question. Okay, Farida, no problem, no problem. Yes, get to it. Yes, okay. Next, a type of music of American origin, usually with a forceful rhythm. A type of music of American origin, usually with a forceful rhythm. Yes, Harsha, very good. Harsha, Bindu Satya, Saikuti. Harsha, Bindu Satya, and Saikuti. Correct answer, jazz. Very good, very good, very good. അടുത്ത ഞാൻ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത് ഇംഗ്ലീഷില്. നിങ്ങൾ എന്റെ വൺ വേർഡ് പറയാം. ലെങ്ത് ഉണ്ട്. ക്രോസ് ഓർ വാക്ക് in the street or road. Cross or walk in the street or road unlawfully, LAW, unlawfully or without regard for approaching traffic. Cross or walk in the street or road unlawfully or without regard for approaching. Yes, Kavya, Ashika, Bindu Satyan. Kavya, Bindu Satyan. Kavya, Bindu Satyan. Ashwati.
Yes, okay. Yes, I should. Starting letter J, രണ്ടാമത്തെ letter I. Okay, ഫരീദ. അടുത്തത് A light sphere, SPEIR, sphere thrown in a competitive sports. A light sphere, ഫരീദ, അശ്വതി, ശ്രീകുട്ടി. ഫരീദ, അശ്വതി ആൻഡ് ശ്രീകുട്ടി. കറക്റ്റ് ആണ്. ജാവലിൻ എന്ന് പറയാം, ജാവലിൻ ത്രോ എന്ന് പറയാറില്ലേ? യെസ്, ഓരോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. യെസ്, ചോദ്യം ഇതാണ്. എ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ഫ്രം ചൈന. എ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ഫ്രം ചൈന. കാവ്യ, ശ്രീകുട്ടി, അശ്വതി. കാവ്യ, ശ്രീകുട്ടി ആൻഡ് അശ്വതി. യെസ്, ഒറ്റ മിനിറ്റ് പോയിന്റ് പറയാം കേട്ടോ. യെസ്, ഓക്കെ. ഫരീദ ഇടക്കിട്ടാണ് വന്നത് അല്ലെ? 1 പോയിന്റ് ഫരീദക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹർഷക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ശ്രീകുട്ടിക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ അർച്ചനക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യന് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. കാവ്യക്ക് 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. കാവ്യക്ക് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്. ദെൻ അശ്വതി വ്യക്തമായ മാർജിനോടും കൂടി ടോപ്പിലുണ്ട്. 15 പോയിന്റ് ലഭിച്ചത്. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനം അർപ്പിക്കുന്നു. We will meet in the next steps. Okay, bye. Okay, Arsha.
ശേഷം